ദൈവവചനം എന്നത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു പ്രയോഗമാണ്. എന്താണ് ദൈവവചനം? ദൈവത്തിന് വചനമുണ്ടോ? ദൈവത്തിന് വചനവുമില്ല, വദനവുമില്ല. പിന്നെ എന്താണ് ദൈവവചനം? ദൈവം പറഞ്ഞ വാക്കുകളാണ്. വാക്കുകൾ ആരുടേതാണ്? അത് മനുഷ്യൻ്റെതാണ്. അക്ഷരങ്ങൾ ആരുടേതാണ്? അതും മനുഷ്യൻ്റെ ബുദ്ധിയാണ്. അതിൽ നിന്ന് സ്വരങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും ആരാണ്? അതും മനുഷ്യനാണ്. അതിൻ്റെ അർത്ഥങ്ങളെ രൂപീകരിച്ചിരിക്കുന്നതും ആരാണ്? മനുഷ്യനാണ്. അപ്പോൾ വാക്കുകൾ മനുഷ്യൻ്റെ നിർമ്മിതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? മനുഷ്യൻ്റെ ആശയവിനിമയത്തിന് വേണ്ടിയിട്ടുള്ള ഉപാധിയാണ് വാക്കുകൾ അല്ലെങ്കിൽ വചനം. അപ്പോൾ ദൈവവാക്യം എന്താണ്? അതൊരു വിശേഷാൽ പ്രയോഗമാണ്. അതൊരു അലങ്കാര പ്രയോഗമാണ്. ഒരു വിശേഷാലുള്ളൊരു പ്രയോഗമാണ്. സുവിശേഷത്തെ, നല്ല വിശേഷത്തെ ഏകുന്ന സൽ വാക്കുകളെയാണ്, ദിവ്യമായിരിക്കുന്ന ദ്രവ്യ വിശേഷങ്ങളെ ജനിപ്പിക്കുന്ന, ആഹ്ലാദത്തെ, വിജ്ഞാനത്തെ ഒക്കെ ജനിപ്പിക്കുന്ന വാക്കുകളെയാണെന്ന് പറയുന്നത് ദൈവവാക്യം എന്ന് പറയും. അത് ദൈവമാണോ അത് പറഞ്ഞത്? അല്ല. ദൈവമെന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രവ്യമാണ് ദൈവം. ആ ദ്രവ്യത്താൽ നല്ല ദ്രവ്യവിശേഷങ്ങളെ ജനിപ്പിക്കുന്ന സൽവാക്കുകളെ, അതായത് ജ്ഞാനത്താൽ സ്നേഹത്തെ ജനിപ്പിക്കുന്ന, നല്ല പ്രവൃത്തിയെ ജനിപ്പിക്കുന്ന വാക്കുകളെയാണ് എന്ത് പറയുന്നത്? ദൈവവാക്യം, ദൈവവചനം എന്ന് പറയുന്നത്. അല്ലാണ്ട് ദൈവം ഏഴാം ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എന്ന് അർത്ഥമാക്കി ആരും കിടന്ന് തലകുത്തി മറിയേണ്ടതില്ല, കരയേണ്ടതില്ല. അത്തരം വാക്കുകൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മറ്റുള്ളവരെ പരിഹസിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? അല്ല. സർവർക്കും പരിഹാരത്തെ നിർദ്ദേശിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള മഹത് വാക്കുകളെ, മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്ന സൽ ചിന്തകളെ ഉണർത്തുന്ന വാക്കുകളെയാണ് എന്ത് പറയുന്നത്? ദൈവവചനം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനമല്ല. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിർത്തിയോ? അദ്ദേഹം ഈ പണി കഴിഞ്ഞിട്ടങ്ങ് പോയോ? ഇപ്പം എന്താണ് ദൈവവചനം ഉണ്ടാവാത്തത്? ഇപ്പോഴും നല്ല മനുഷ്യസ്നേഹികൾ ഇപ്പോഴും വചനങ്ങൾ നടത്തുന്നുണ്ട്. അതെല്ലാം എന്താണ്? ദൈവവചനങ്ങളാണ്. അതെല്ലാം ദിവ്യമായിരിക്കുന്ന വചനങ്ങളാണ്. ആ വചനങ്ങളെയും അറിവോടെ, സ്നേഹത്തോടെ, നല്ല പ്രവർത്തികൾക്കായിട്ട് സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവം ദ്രവ്യമാകുന്നു എന്ന് അറിയണം.